നവംബർ 30 നടന്ന LGS എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? അപ്പോ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? 3 സൈഡും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ്, അതായത് 3 വശങ്ങളുടെയും ലെങ്ത് കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 12.9 സെന്റിമീറ്റർ കിട്ടും. അതായത് ഈ 3 വശങ്ങളും തുല്യമാണല്ലോ. അപ്പൊ ഈ മൊത്തം 12.9നെ നിങ്ങൾക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വശത്തിന്റെയും നീളം നിങ്ങൾക്ക് കിട്ടും. അപ്പോ 12.9നെ നിങ്ങൾ 3 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 129നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 43 ആണ് കിട്ടുന്നത്. ഇനി ഒരു പ്ലേസ് ഇങ്ങോട്ട് മാറി ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പൊ 4.3. അപ്പൊ നമുക്ക് 4.3 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഈ ചോദ്യം ഞാനൊന്ന് റിവേഴ്സ് ചെയ്യുവാണ്, വേറൊരു സംഖ്യ വെച്ചിട്ട്. 5.5 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.